ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബോധി കേരള PSC. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സീരീസിൽ 4ാമത്തെ ക്ലാസ്സാണിത്. മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കവർ ചെയ്തിട്ട് ഈ ക്ലാസ്സിലേക്ക് വരാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ കമ്മിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നെങ്കിലും അതിൽ പല പല ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിന് ഓരോ ജോലി എന്നുള്ള രീതിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 21 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ 21 കമ്മിറ്റികളെ മേജർ ആൻഡ് മൈനർ കമ്മിറ്റികളായിട്ട് ഡിവൈഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റികളെക്കുറിച്ചും കമ്മിറ്റികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, 1-2 കമ്മിറ്റികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാ കമ്മിറ്റികളെയും അതിൻ്റെ ചെയർമാൻമാരെയും പഠിക്കണം. അത്യാവശ്യത്തിന് പല എക്സാമുകളിലും അത് ചോദിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം നമ്മളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കോഡുകൾ നമ്മുടേതായ രീതിയിലൊന്ന് ഓർക്കുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അല്ലാതെ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഓരോ കമ്മിറ്റികളെയും അതിൻ്റെ ചെയർമാൻമാരെയും പേരുകൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കോഡുകൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയും, എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്കുള്ള കോഡുകൾ കണ്ടുപിടിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 8 മേജർ കമ്മിറ്റികളും 13 മൈനർ കമ്മിറ്റികളുണ്ട്. ടോട്ടലുള്ള 23 കമ്മിറ്റികളിൽ 21 കമ്മിറ്റികളിൽ 8 എണ്ണം മേജർ കമ്മിറ്റികളും 13 എണ്ണം മൈനർ കമ്മിറ്റികളുമാണ്. ഓക്കെ, അപ്പോൾ ഈ മേജർ കമ്മിറ്റികളുടെയും മൈനർ കമ്മിറ്റികളുടെയും പേരുകളും അവയുടെ ചെയർമാൻമാരുടെ പേരുകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഒരു 1-2 കമ്മിറ്റികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അത് മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇന്ന് നമുക്ക് മേജർ ആൻഡ് മൈനർ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്നും അവയുടെ ചെയർമാൻമാർ ആരൊക്കെയാണെന്നും നോക്കാം. ഒരു 2-3 വട്ടം നമ്മൾ ഈ ക്ലാസ് കേട്ട് ഒന്ന് വായിച്ചൊക്കെ നോക്കി നോട്ട് ക്ലിയർ എഴുതിയൊക്കെ വയ്ക്കുമ്പോൾ 2-3 തവണ വായിച്ച് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലായി നമ്മൾ ഓർത്തെടുക്കും. ഓക്കെ, നമുക്ക് ഓർമ്മ വരും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി, മേജർ കമ്മിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ഫസ്റ്റ് കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഓർക്കുക, യൂണിയൻ പവർ, അപ്പോൾ നല്ല പവറുള്ള എന്തോ ആണ്. അങ്ങനെ ഞാൻ ഈ പറയുന്നത് കോഡ് മനസ്സിലാക്കാൻ, എന്തെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പവറുള്ള ഒരു കാര്യമാണ്. ജവഹർലാൽ നെഹ്റു നല്ല പവറായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്ത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ചെയർമാനായിരുന്ന 2 കമ്മിറ്റികൾ, ഒന്ന് യൂണിയൻ പവർ കമ്മിറ്റി, അടുത്തത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓക്കെ ആണല്ലോ. അടുത്ത കമ്മിറ്റി പ്രൊവിൻഷ്യൽ കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും പറഞ്ഞു. ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു 2ൻ്റെയും. അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ സർദാർ വല്ലഭായി പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായി പട്ടേൽ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട് എന്ന് ഫോം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് നോക്കും. എന്നാൽ ഇപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, 4 പഠിച്ചു. യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന് ഇപ്പോൾ 2 പഠിച്ചു. ഒന്ന് യൂണിയൻ പവർ കമ്മിറ്റിയും മറ്റൊന്ന് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ദെൻ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, നമ്മൾ മറക്കില്ല, ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറാണ് ഡ്രാഫ്റ്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഓക്കെ, 5th വൺ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ. ഇതിൽ നമ്മൾ ഈ എക്സ്ക്ലൂഡഡ് ഏരിയ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നും മൈനോറിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നും ഈ ഇടയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. അത് സർദാർ വല്ലഭായി പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേലിനെ അപ്പോൾ 2 പഠിച്ചു അല്ലേ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി, മാത്രമല്ല ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി,
കമ്മിറ്റിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റിയുടെ അഡ്വൈസറി കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിന് കുറച്ച് സബ് കമ്മിറ്റീസും കൂടി പഠിക്കാനുണ്ട്. സബ് കമ്മിറ്റിയിൽ എല്ലാം ചോദിച്ചിട്ടില്ല, പക്ഷേ 1-2 ചോദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇത്രയും സമയം പറഞ്ഞതൊന്ന് ഓർത്ത് നോക്കുക. ഏതൊക്കെയായിരുന്നു? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി. യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റു ചെയർമാനായിരുന്നു അല്ലേ. ദെൻ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി അഡ്വൈസറി കമ്മിറ്റിയുടെ സബ് കമ്മിറ്റികളുണ്ട്. ഒന്നാമത്തേത് ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. JB കൃപലാനിയാണ് ചെയർമാൻ എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി. സർദാർ വല്ലഭായ് പട്ടേലിന് 2 കമ്മിറ്റികൾ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും പിന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിന് 2 ആയിട്ടുണ്ട്. 2 ഉള്ളതെന്നല്ല, ഇപ്പോൾ നമ്മൾ 2 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ ആരും മറക്കത്തില്ല. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ ആണല്ലോ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റിയുടെ കുറച്ച് സബ് കമ്മിറ്റികൾ പഠിക്കാനുണ്ട്. ആദ്യത്തെ സബ് കമ്മിറ്റിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനിയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനിയാണ്. നെക്സ്റ്റ് വൺ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി ഉണ്ട്, മൈനോറിറ്റി സബ് കമ്മിറ്റി ഉണ്ട്. കാരണം എന്താ? അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റീസ് ആണ്. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് മാത്രം ചോദിച്ചാലും അത് സർദാർ വല്ലഭായ് പട്ടേൽ. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി ചോദിച്ചാൽ JB കൃപലാനി. അഡ്വൈസറി കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ് എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി മൈനോറിറ്റി സബ് കമ്മിറ്റി എന്ന് ചോദിച്ച് HC മുഖർജി. ഓക്കെ, സബ് കൂടി വന്നാൽ ആൾ മാറിയെന്നർത്ഥം. അഡ്വൈസറി കമ്മിറ്റി ചോദിച്ചാൽ അതെല്ലാം ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സബ് കമ്മിറ്റി വന്നപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ കേസിൽ JB കൃപലാനിയും, മൈനോറിറ്റി സബ് കമ്മിറ്റി ഓഫ് മൈനോറിറ്റീസിൻ്റെ സബ് കമ്മിറ്റീസ് വന്നപ്പോൾ അത് HC മുഖർജിയുമാണ്. ഇത്രയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ആ സബിൽ. പിന്നെ ഒരു 2 കൂടി ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസിനെ കുറിച്ചിട്ട് അതിൽ ആസാം എക്സ്ക്ലൂഡഡ് ആണ്. അത് ഗോപിനാഥ് ബർദോളിയാണ്. ശ്രദ്ധിച്ചാൽ മതി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയ ഗോപിനാഥ് ബർദോളിയും, അതുപോലെ തന്നെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യൽ എക്സ്ക്ലൂഡഡ് അതർ ദാൻ ആസാം കൂട്ടാതെയുള്ള എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ചോദിച്ചിട്ടൊന്നുമില്ല, ഓർത്ത് വെച്ചാൽ മതി. ആസാം എക്സ്ക്ലൂഡഡ് നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിൻ്റെ കൂടെ വരുന്നുണ്ട്, അത് ഗോപിനാഥ് ബർദോളി. ആസാം കൂട്ടാതെയുള്ള ബാക്കിയുള്ള കേസുകൾ, ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് വി താക്കർ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ പഠിക്കേണ്ട. കാരണം ഈ 2 ഞാൻ എവിടെയും ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ സബ് കമ്മിറ്റി ആയതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഇത് മാത്രമല്ല, ഒരു കമ്മിറ്റി കൂടെ ഉണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റും ഈസ്റ്റ് വെസ്റ്റും. ഓക്കെ, അത് സൗത്ത് ഈസ്റ്റ് ക്യാൻസലായിപ്പോയി. ആ കമ്മിറ്റി പിരിച്ചുവിടുക എന്തോ ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നോക്കണ്ട. പക്ഷേ ഈ മൈനോറിറ്റി സബ് കമ്മിറ്റിയും ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയും ചോദിച്ചിട്ടുണ്ട്, ഈ ഇടയ്ക്കും ചോദിച്ചിട്ടുണ്ട് സബ് കമ്മിറ്റിയുടെ കേസിൽ. ഓക്കെ, ഇനി 6ാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി ജവഹർലാൽ നെഹ്റുവിന് 2 കമ്മിറ്റികൾ നേരത്തെ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും യൂണിയൻ പവർ കമ്മിറ്റിയും. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും യൂണിയൻ പവർ കമ്മിറ്റിയും. അടുത്ത കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് മൈനോറിറ്റി കമ്മിറ്റിയിലല്ല,
മേജർ കമ്മിറ്റിയിൽ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. അങ്ങനെ 3 എണ്ണം. ആരാണ് ചെയർമാനായിരുന്നത്? ജവഹർലാൽ നെഹ്റു. സർദാർ വല്ലഭായ് പട്ടേലിന് 2 കമ്മിറ്റികൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും പിന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി. ഓക്കെ. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി JB കൃപലാനിയും മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജിയും. രാജേന്ദ്ര പ്രസാദിന് ഒരെണ്ണം പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി. അപ്പോൾ രാജേന്ദ്ര പ്രസാദിനുമായി 2 എണ്ണം. റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമുക്കിതിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ജസ്റ്റ് കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക, ചെയർമാൻമാരുടെ പേര് പഠിക്കുക, അത്ര തന്നെയുള്ളൂ. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ 8 മേജർ കമ്മിറ്റികളായി. ഒന്നുകൂടി നോക്കാം. യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒന്നുകൂടി ഉണ്ട്, അതുകൂടി ഇവിടെ പറയാം. ഏതാണ്? സ്റ്റേറ്റ് കമ്മിറ്റി, അതും ജവഹർലാൽ നെഹ്റു. ദെൻ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി, അതും സർദാർ വല്ലഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ. ഓക്കെ. പിന്നെ 2-3 സബ് കമ്മിറ്റികൾ പറഞ്ഞു. ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി JB കൃപലാനിയും മൈനോറിറ്റി സബ് കമ്മിറ്റി എന്ന് പറയുന്നത് HC മുഖർജി. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് 2 എണ്ണം. റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റിയറിംഗ് ആരേലാണ്? രാജേന്ദ്ര പ്രസാദിൻ്റെയിലാണ്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അങ്ങനെയല്ല, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ എല്ലാ കാര്യങ്ങളുടെയും റൂൾസ്, നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അത് രാജേന്ദ്ര പ്രസാദിൻ്റെ കയ്യിലാണ്. ആ സ്റ്റിയറിംഗ് രാജേന്ദ്ര പ്രസാദിൻ്റെയിലാണ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ അത് രണ്ടും നമുക്ക് മറക്കാതെ ഓർത്തെടുക്കാം. ഓപ്ഷൻ കിട്ടുമ്പോൾ നമ്മൾ എഴുതും. റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ 8 മേജർ കമ്മിറ്റീസ് കഴിഞ്ഞു. ഇനി മൈനർ കമ്മിറ്റീസ് അല്ലേ? മൈനർ കമ്മിറ്റീസ് എത്ര എണ്ണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്? 13 മൈനർ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഈ 13 മൈനർ കമ്മിറ്റികളുടെ കൂടി ചെയർമാൻമാരുടെ പേര് പഠിക്കാം. ആദ്യത്തേത് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. പൈസ ഇടപാടുകളെല്ലാം അല്ലേ? ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. സ്റ്റാഫുകളുടെ കാര്യവും ആരായിരിക്കും? സ്ഥിരങ്ങൾ കയ്യിലുള്ള ആളാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ. നെക്സ്റ്റ് മൈനർ കമ്മിറ്റി എന്ന് പറയുന്നത് ക്രെഡൻഷ്യൽ കമ്മിറ്റിയാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ ക്രെഡൻഷ്യൽ കമ്മിറ്റി അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. കൃഷ്ണസ്വാമി അയ്യറാണ് ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ B പട്ടാഭി സീതാരാമയ്യ. വീട്ടിലൊരു സീത ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് ഡോക്ടർ KM മുൻഷി. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ പഠിച്ച 4 മൈനർ കമ്മിറ്റീസ്? ഫിനാൻസ് ആൻഡ് സ്റ്റാഫ്, ക്രെഡൻഷ്യൽ, ഹൗസ് കമ്മിറ്റി, ഓർഡർ ഓഫ് ബിസിനസ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി ആരായിരുന്നു? ക്രെഡൻഷ്യൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി സീതാരാമയ്യ, പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് ഡോക്ടർ KM മുൻഷി. ഓക്കെ. അപ്പോൾ 4 മൈനർ കമ്മിറ്റീസ് പഠിച്ചു. ഓക്കെ. ഇനി ഒരു 9 എണ്ണം കൂടിയുണ്ട് പഠിക്കാം. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഈ നാഷണൽ ഫ്ലാഗിൻ്റെ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ഫങ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി GV മാവലങ്കർ. നമ്മൾ ഈ GV മാവലങ്കറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെയർ ആരുടെ കയ്യിലായിരുന്നു? അത് GV മാവലങ്കർ ആയിരുന്നു അല്ലേ? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് 2 ഫങ്ഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു?
കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനുള്ള ചുമതലയും പിന്നെ 51-52 എലക്ഷൻ കഴിയുന്നത് വരെ എന്തിൻ്റെയും ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് കൂടി ഫങ്ഷൻ ചെയ്യണമായിരുന്നു. ആ സമയത്ത് സ്പീക്കർ ആയിരുന്നത് ആരായിരുന്നു? നമ്മുടെ GV മാവലങ്കർ ആയിരുന്നു. GV മാവലങ്കറാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫങ്ഷൻസ് നോക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ GV മാവലങ്കർ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട്, അത് S വരദാചാരിയാണ്. ഓക്കെ, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് S വരദാചാരിയാണ്. ഈ അഡ്ഹോക്ക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? നമ്മൾ ഫോറിൻ വേർഡ്സിൽ എന്താ ഈ അഡ്ഹോക്ക് എന്ന് പറയുന്നത്? അഡ്ഹോക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് നിർമ്മിക്കുന്ന കമ്മിറ്റി. ഇപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് നാഷണൽ ഫ്ലാഗിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള സ്പെഷ്യൽ കമ്മിറ്റി. അത് സുപ്രീം കോർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയാണ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ടിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് S വരദാചാരിയാണ്. അപ്പോൾ 2 അഡ്ഹോക്ക് കമ്മിറ്റികൾ പഠിച്ചു. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് S വരദാചാരി. ദെൻ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തൊട്ട് മുന്നേ പറഞ്ഞു ആരായിരുന്നു? GV മാവലങ്കർ. ഒന്നുകൂടി നോക്കാം. മൈനർ കമ്മിറ്റീസ്: ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി B പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് ഡോക്ടർ KM മുൻഷി. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫങ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആരായിരുന്നു? GV മാവലങ്കർ. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട് S വരദാചാരി. അപ്പോൾ 7 എണ്ണം പഠിച്ചു. ഇനി ഒരു 6 എണ്ണം കൂടി പഠിക്കണം. ഓക്കെ, ഇത് കുറേ തവണ കേട്ട് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഓർമ്മ വരും. പിന്നെ നിങ്ങളുടേതായ പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കോഡുകളൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ ഒന്നും കണക്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് B പട്ടാഭി സീതാരാമയ്യ. എന്താണ്? കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ്. കമ്മീഷണേഴ്സ് പ്രൊവിൻസിനെ കുറിച്ചുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് B പട്ടാഭി സീതാരാമയ്യയാണ്. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രാജൻ സർക്കാർ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭാഗമല്ലാത്ത ഒരേ ഒരു വ്യക്തി ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആയതായിരുന്നു ചോദിച്ചാൽ അത് നളിനി രാജൻ സർക്കാരാണ്. ഏത് കമ്മിറ്റിയാണ്? എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരായിരുന്നു ചെയർമാൻ? നളിനി രാജൻ സർക്കാർ ആയിരുന്നു. നളിനി രാജൻ സർക്കാർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അംഗമല്ല, പക്ഷെ ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഓക്കെ, നെക്സ്റ്റ് സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. പക്ഷേ ആ തയ്യാറാക്കിയ ഡ്രാഫ്റ്റിനെ എക്സാം ചെയ്യാനൊരു സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാം ഡ്രാഫ്റ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഡ്രാഫ്റ്റ് തയ്യാറാക്കി വന്നാലും ഈ സ്പെഷ്യൽ കമ്മിറ്റി ഒന്ന് എക്സാം ചെയ്ത് വിലയിരുത്തി കാര്യങ്ങളൊക്കെ നോക്കും. അതിൻ്റെ ചെയർമാൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ദെൻ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റി SK ദർ. പ്രസ് ഗാലറി ഉഷാനാഥ് സെൻ. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. ഇത് ചോദിച്ചിട്ടുണ്ട്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? S വരദാചാരിയാണ്. അപ്പോൾ ഇത്രയാണ് സബ് കമ്മിറ്റികളെന്ന് പറയുന്നത്. ഒന്നുകൂടി സബ് കമ്മിറ്റികൾ നോക്കാം. ഏതൊക്കെയാണ് സബ് കമ്മിറ്റികളെന്ന് പറയുന്നത്? ഫസ്റ്റ് സബ് കമ്മിറ്റി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി B പട്ടാഭി സീതാരാമയ്യ. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ.
ഹൗസ് കമ്മിറ്റി ബി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് ഡോക്ടർ കെ എ മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജി വി മാവലിംഗം. ഓക്കെ, നമ്മളിവിടെ എഴുതിയപ്പോൾ ഇത് ഈ ആസില്ല കേട്ടോ, അത് എഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നേ ഉള്ളൂ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജി വി മാവലിംഗർ. ദെൻ അഡ്ഹോക് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട് എസ് വരദാചാരി അല്ലേ? അതെ. കമ്മിറ്റീസ് ഓഫ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ബി പട്ടാഭി സീതാരാമയ്യ. എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദ ഫിനാൻഷ്യൽ പ്രൊവിൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രാജൻ സർക്കാർ. അത് ചിലപ്പോൾ ആ നളിനി രാജൻ സർക്കാരിനെ ഓർത്ത് ചിലപ്പോൾ അത് ചോദിച്ച് നമ്മൾ എഴുതണം. നളിനി രാജൻ സർക്കാർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അംഗമായിരുന്നില്ല. ഓക്കെ, ദെൻ സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാം ഡ്രാഫ്റ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റി എന്ന് പറയുന്നത് എസ് കെ ധർ ആയിരുന്നു. പ്രസ് ഗാലറി ഉഷാനാഥ് സെൻ. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരി. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ 13, 8, 21 കമ്മിറ്റികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ 2 കമ്മിറ്റികളുണ്ട്. നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബാക്കിയുള്ള എല്ലാ കമ്മിറ്റികളുടെയും പേരും, ഏതൊക്കെ മേജർ ഏതൊക്കെ മൈനർ, പേരും അതിൻ്റെ ചെയർമാൻമാരുടെ പേരുകളാണ്. അതൊന്ന് വൃത്തിയാവണ്ണം 2-3 തവണ എഴുതി ഒന്ന് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള പോർഷൻ കവറാവും. ഓക്കെ, താങ്ക് യു.